വിനീഷ്, കോൺഗ്രസ് CPM നേതാക്കളുടെ BJP-യിലേക്കുള്ള ഒഴുക്ക് തുടർന്നു. ഒപ്പം തന്നെ ദേശീയ അധ്യക്ഷൻ കേരളത്തിലേക്ക് വരികയാണ്. വിനീഷ്, പറയൂ, എന്തൊക്കെ കാര്യങ്ങളാണ് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്? ഒപ്പം തന്നെ BJP-യിലേക്കുള്ള ഒഴുക്കിനെ കുറിച്ചുകൂടി. തീർച്ചയായിട്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് BJP കേരളത്തിൽ വച്ചു പുലർത്തുന്നത്. ഈ ഘട്ടത്തിലാണ് CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും നിരവധി പേർ ഇപ്പോൾ BJP-യുടെ ഭാഗമാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. BJP ഇപ്പോൾ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ പ്രധാന ചുമതല വഹിച്ചിരുന്ന CPM-ന്റെ നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ BJP-യുടെ ഭാഗമായിരിക്കുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത് BJP-യുടെ മുൻ CPM-ന്റെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരാണ് BJP-യുടെ ഭാഗമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി CPM-ന്റെ നേതൃത്വ നിരയിലുള്ളവരും BJP-യുടെ ഭാഗമായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ ചുമതലയുള്ളവർ അടക്കമുള്ളവർ ഇപ്പോൾ BJP-യുടെ ഭാഗമായിരിക്കുന്നു. ഒപ്പം BJP ദേശീയ അധ്യക്ഷൻ കേരളത്തിലേക്ക് എത്തുന്നു എന്നതാണ് സുപ്രധാനമായും BJP-യുടെ മറ്റൊരു രാഷ്ട്രീയ നീക്കമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ദേശീയ അധ്യക്ഷൻ പദവി ചുമതല ലഭിച്ചതിന് ശേഷം നിതിൻ നബീൻ ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ കേരളത്തിലെത്തുന്ന സന്ദർശനത്തിൽ ഫെബ്രുവരി 6-ന് കൊച്ചിയിലെത്തും. കൊച്ചിയിലെത്തുന്ന സന്ദർശനത്തിന് ശേഷം നേതൃയോഗം, BJP-യുടെ നേതൃയോഗം, കമ്മിറ്റി യോഗം എന്നീ സംഘടനാ തല ചർച്ചകൾ നടക്കും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സാഹചര്യത്തിൽ ഇത് ഏറെ നിർണായകമാകും. BJP ദേശീയ അധ്യക്ഷൻ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യം എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ 7-ാം തീയതി കൊച്ചിയിലെ തന്നെ ചില സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തും. അതിനുശേഷം സന്യാസി മഠങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തുമെന്ന് അറിയാൻ സാധിക്കുന്നു. അതിനുശേഷം തൃശ്ശൂരിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട്, കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രമുഖ ബിസിനസ് നേതാക്കളുടെ ഒരു കോൺക്ലേവിലും അദ്ദേഹം ഭാഗമാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായി BJP-യെ സംബന്ധിച്ചിടത്തോളം. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപമാണ് കോൺഗ്രസും CPM ഉന്നയിക്കുന്നത്. ഇതിൽ ബദൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തൃശ്ശൂരിലെ കോൺക്ലേവ് എന്ന് തന്നെയാണ് ബിസിനസ് കോൺക്ലേവ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് പ്രാദേശിക തലത്തിലെ നേതാക്കളടക്കമുള്ളവർ ഇപ്പോൾ BJP-യുടെ ഭാഗമാകുന്നത് എന്നതാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായാലും BJP സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനൊക്കെ തന്നെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലേക്ക് എത്തുന്നു. ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഫെബ്രുവരി 6, 7 തീയതികളിലാണ് കേരള സന്ദർശനം എന്നുള്ളതാണ്. ഒപ്പം തന്നെ BJP-യിലേക്കുള്ള കോൺഗ്രസ് CPM നേതാക്കളുടെ ഒഴുക്ക് അത് നിലയ്ക്കാതെ തുടരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഇന്ന് നിരവധി പേരാണ് BJP-യിൽ അംഗത്വം സ്വീകരിച്ചത്. ഒപ്പം തന്നെ പല മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷണൽസും BJP-യിൽ അംഗത്വം സ്വീകരിച്ചു എന്നുള്ളതാണ്.